ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയുമായുള്ള ആണവ കരാർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ട്രംപിനും നെതന്യാഹുവിനും തിരിച്ചടി ഉറപ്പിക്കുകയാണ് ഇറാൻ. അതിന് ഇറാൻ്റേതായ കാരണങ്ങളുണ്ട്. അതിലാദ്യത്തേത്, ഇറാനിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കി അവിടുത്തെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖാംനെയിയെ വേണ്ടി വന്നാൽ വധിക്കാനുള്ള പദ്ധതികൾ പോലും തയ്യാറാക്കിയവരാണ് അമേരിക്കയും ഇസ്രായേലും. അതുകൊണ്ട് തന്നെ കേവലം ഒരു ആണവ കരാർ ഒപ്പിട്ടു എന്നതുകൊണ്ട് അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള ഇറാൻ്റെ പക അവസാനിക്കുകയില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതായത് ഒരു അവസരം കിട്ടിയാൽ കടന്നാക്രമിക്കുക എന്ന തീ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ പോവുക. രണ്ടാമത്തെ കാര്യം, അമേരിക്ക പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 അറബ് രാജ്യങ്ങളിലായി ഏതാണ്ട് 40,000-ലധികം സൈനികർ അമേരിക്കയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറമെ അറബിക്കടലിലും അമേരിക്കയുടെ യുദ്ധക്കപ്പൽ സന്നാഹങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞാൽ, ഈ കരാറിൽ ഒപ്പിടാതെ പോയാൽ പിന്നെ യുദ്ധമായിരിക്കുമെന്ന സമ്മർദ്ദ തന്ത്രമാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. എന്നാൽ അതിനനുസരിച്ച് അതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉറപ്പിക്കുന്ന വിധത്തിലുള്ള സന്നാഹങ്ങൾ ഇറാനും സജ്ജമാക്കിയിട്ടുണ്ട്. ഭൂമിക്കടിയിലുള്ള കിലോമീറ്ററുകളോളം നീളുന്ന മിസൈൽ സിറ്റികൾ ഇറാൻ അനാവരണം ചെയ്തിട്ടുണ്ട്. ഒപ്പം പടുകൂറ്റൻ ഭൂഗർഭ അറകളിലുള്ള നിരവധിയായ ആയുധങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും പുതിയ മിസൈൽ ശ്രേണി കഴിഞ്ഞ ദിവസം ഇറാനിയൻ TV സംപ്രേഷണം ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ. അതായത് അമേരിക്കയ്ക്കൊരു താക്കീത് നൽകുക എന്നതിനപ്പുറം ഒരുപാട് സർപ്രൈസ് ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന സൂചന കൂടി വെളിപ്പെടുത്തുകയായിരുന്നു ഇറാൻ. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഈ ചർച്ചയിൽ തർക്കങ്ങൾ തുടക്കത്തിലേ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് അമേരിക്ക ഇറാനെ പരിപൂർണമായി വരിഞ്ഞു മുറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധിയായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ നിയന്ത്രിക്കണം, അവരെ നിരായുധീകരിക്കണം, ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ പക ഇല്ലാതാക്കണം, അതുപോലെ ആഭ്യന്തര കലാപം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള പ്രക്ഷോഭകരെ വിട്ടയക്കണം, ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം ഉടനടി അവസാനിപ്പിക്കണം, 3 വർഷത്തേക്ക് ആണവ പരീക്ഷണം നടത്തരുത് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്തത്രയും സമ്മർദ്ദങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിരവധിയായ നിർദ്ദേശങ്ങൾ അമേരിക്ക ഇറാന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത് ഒരൊറ്റ വിഷയത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ചർച്ചയുള്ളൂ. ആ പറയുന്ന വിഷയം ആണവ പരീക്ഷണം മാത്രമാണ്. അതും പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങളില്ല. ആണവായുധം ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് ലോകത്തിന് നൽകാം. ആണവായുധത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ ഊർജം ഞങ്ങൾക്ക് വേണം. ഇതാണ് ഇറാൻ്റെ കടുകട്ടിയായിട്ടുള്ള നിലപാട്. എന്തായാലും ഇതിന്മേൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അമേരിക്ക ഇറാനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ, ഇറാനെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ, ഇറാനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ നിരവധിയായ സായുധ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഉടനടി ഇറാനെ കടന്നാക്രമിക്കും എന്ന ഭീഷണിയാണ് ഇറാന് നേരെ നോക്കി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അതിനു മുന്നിൽ പതറാതെ, അതിനു മുന്നിൽ തളരാതെ, അമേരിക്ക ഉന്നയിക്കുന്ന എല്ലാം അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ച്, അങ്ങനെ അമേരിക്ക പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഞങ്ങളുടെ പരമാധികാരത്തിൽ കടന്നുകയറി ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി കാണുന്ന ഞങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയുടെ തിട്ടൂരത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ആ യോഗത്തിൽ നിർണായകമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഒരു കോൺഫ്ലിക്റ്റിലൂടെയാണ് ഈ യോഗം ആരംഭിക്കുക എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നു. പക്ഷെ മറുവശത്ത് വലിയ സന്നാഹങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. അതായത് ട്രംപിനെയും നെതന്യാഹുവിനെയും പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാവുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ നീക്കങ്ങൾ. അതായത് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആത്മാഭിമാനമായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ, ആ കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോടെ ട്രംപും അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. അതായത് ഒരു വെല്ലുവിളിയിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ മടിയില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ഒരു നിർണായക നീക്കമായിരുന്നു അത്. ആ നീക്കത്തിന് മറുപടിയായി ഇറാൻ അവിടെ സജ്ജമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയുക. ഇറാൻ്റെ ഭൂഗർഭ മിസൈലുകൾ
USS എബ്രഹാം ലിങ്കൺ കപ്പലിനെ ലക്ഷ്യമാക്കി അവർ പ്രയോഗിക്കാൻ തയ്യാറാക്കി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതായത് ഇതുവരെ അനാവരണം ചെയ്യപ്പെടാത്ത, ഇതുവരെ യുദ്ധമുഖങ്ങളിൽ അങ്ങനെ കാണാത്ത ഹ്രസ്വദൂര ദീർഘദൂര മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ നേരിട്ട് ലക്ഷ്യം വെക്കുന്ന വിധത്തിലുള്ള മിസൈലുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിലെ 8ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്ന മിസൈലുകളും ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. പല വാർത്താ ഏജൻസികളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്ക ഇപ്പോൾ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഖത്തറും സൗദിയും ഒമാനും ഒക്കെ അടങ്ങുന്ന അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ഇറാൻ ഈ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രിസിഷൻ അറ്റാക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു സ്ഥലം സെറ്റ് ചെയ്ത് അത് ലക്ഷ്യം അതാണ് എന്ന് ലോക്ക് ചെയ്ത് ആ മിസൈലുകൾ അയക്കുകയാണെങ്കിൽ മറ്റെന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അത് ആ ലക്ഷ്യത്തിൽ തന്നെ പോയി പതിക്കും. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ മിസൈലിനെ കബളിപ്പിക്കാൻ സാധിക്കില്ല. മിസൈൽ വേധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലിനെ തകർക്കാമെങ്കിലും ആ തകർക്കാൻ വരുന്ന മിസൈൽ വേധ മിസൈലുകളേക്കാൾ പ്രഹരശേഷി കൂടിയതും വേഗത കൂടിയതുമായിട്ടുള്ള ബാലിസ്റ്റിക്, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് ശ്രേണിയിൽപ്പെട്ട മിസൈലുകളാണ് ഇറാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിവരം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിസൈലുകൾ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കടത്തിവെട്ടുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ പ്രതിരോധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതാണ് ഞാൻ ആദ്യം ഈ പോയിന്റ് ബ്ലാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ തോക്കിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് തോക്ക് പ്രയോഗിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു പോയിന്റാണ് ഈ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെന്നാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് ആ ഇറാൻ്റെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയില്ല. അതിനുള്ളിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. USS എബ്രഹാം ലിങ്കൻ്റെ കാര്യവും അതാണ്. കൂടുതൽ ദൂരം ഇറാനിലേക്ക് അടുക്കും തോറും അല്ലെങ്കിൽ ഇറാൻ്റെ തീരങ്ങളിലേക്ക് കൂടുതൽ ചെന്നെത്തും തോറും അത് ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇറാൻ്റെ മിസൈൽ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് കൂടുതലായി അത് കടന്നു വരികയാണ്. അതുപോലെ പുതിയൊരു കപ്പൽ അറബിക്കടലിൽ വിന്യസിച്ചിട്ടായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ ആക്രമിക്കാൻ ഹൂത്തികൾ അടക്കമുള്ള സംഘങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സാധാരണഗതിയിൽ ഹൂത്തികളും അല്ലെങ്കിൽ ഇറാൻ്റെ തന്നെ ഈ പ്രേത ബോട്ടുകൾ എന്നൊക്കെ പറയുന്ന ആളില്ലാ ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ചെറുതായിട്ടുള്ള ബോട്ടുകളുണ്ട്. വലിയ പ്രഹരശേഷിയുള്ള ബോംബുകളും മിസൈലുകളും ഒക്കെ വഹിക്കാൻ കഴിയുന്ന ബോട്ടുകളാണ്. ഈ ബോട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ കപ്പലുകൾക്കിടയിലൂടെ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയ ലക്ഷ്യത്തെ ഭസ്മമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള പലതരത്തിലുള്ള കപ്പലുകളും ബോട്ടുകളും ഒക്കെ ഇറാൻ്റെയും അതുപോലെ ഹൂത്തികളുടെയും പക്കലുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ തന്നെ ഈ കപ്പലുകളെ, അറബിക്കടലിലുള്ള കപ്പലുകളെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് കുതറി മാറുക, പെട്ടെന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ കേന്ദ്രങ്ങളാണ്. ഇസ്രായേൽ ഇന്ന് രാവിലെയും ഇന്നലെയുമായി ഗസയിലും ലെബനനിലുമൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനനിലേക്ക് രാസായുധം പ്രയോഗിച്ച് അവിടുത്തെ കാർഷിക മേഖല മുഴുവൻ തകർത്തു കളഞ്ഞു എന്ന റിപ്പോർട്ടാണ് രാവിലെ മുതൽ വരുന്നത്. അതുപോലെ ഗസയിൽ ഇന്നലെ 23ഓളം പേരെ കൊലപ്പെടുത്തുന്ന വിധത്തിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള കടുത്ത ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലും ഒരു യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള നിർണായകമായ ഇടപെടലുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കുക ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത്ര എളുപ്പമാകില്ല. നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങൾ, 12 ദിവസം ഇസ്രായേലിനെ വിറപ്പിച്ചു നിർത്തിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പക്ഷേ കുറെ കൂടി അടുത്ത റേഞ്ചിലാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഈ കപ്പലുകളുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ കപ്പലുകൾക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയൊക്കെ നിഴലിക്കുന്നത് ആയത്തുള്ള അലി ഖാംനെയുടെ പക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഇറാനെ തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ശ്രമങ്ങളോടുള്ള പ്രതികാരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പരമോന്നത നേതാവിനെ വധിക്കാൻ പോലും ചുമതലപ്പെടുത്തുന്ന വിധത്തിലേക്ക് 10ഓളം ഇൻ്റലിജൻസ് ഏജൻസികളെ വിദേശ പരിശീലനം നൽകിയ ശേഷം അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് അയച്ചു എന്നുള്ളതാണ് IRGCയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ ചെറിയൊരു കണ്ടെത്തലല്ല. ആദ്യം ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കും, അതിനുശേഷം അമേരിക്കയുടെ
അമേരിക്കയുടെ സൈനിക ഇടപെടലുണ്ടാകും. അതിനുശേഷം ഇറാൻ്റെ ഉള്ളിലെ വിധ്വംസക ശക്തികൾ അവർ സായുധരായി മുന്നോട്ട് വന്നിട്ട് ഭരണകൂടത്തെ മുഴുവൻ അട്ടിമറിക്കും. ഇതായിരുന്നു ആ പദ്ധതി എന്നാണ് IRGC പറയുന്നത്. അപ്പം അത്രയും വലിയ ഒരു പദ്ധതി തയ്യാറാക്കി സ്വന്തം രാജ്യത്തെ തകർത്ത് രാജ്യത്തിൻ്റെ പരമാധികാരമില്ലാതാക്കി ആ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരെ അങ്ങനെയൊന്നും ഖാംനെയും ഇറാനും വെറുതെ വിടുമെന്ന് കരുതുക വയ്യ. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്ന വിധത്തിലുള്ള സന്നാഹങ്ങൾ അത് അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന തയ്യാറെടുപ്പുകൾ എന്ന് വേണമെങ്കിൽ അത് വിശേഷിപ്പിക്കാം. അവർ ഭയന്നു പോകുന്ന തയ്യാറെടുപ്പുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ സന്നാഹങ്ങൾ, ആയുധപ്പുരകൾ ഇറാൻ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തയ്യാറെടുപ്പുകളുമായി പോയിന്റ് ബ്ലാങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയും നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ചർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്ക ഇറാനെ തീർത്ത് കളയും എന്ന് പറയുന്നവർ കരുതുക. അങ്ങനെ ഒരു തീർക്കാൻ ശ്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്നും അതിഭീകരമായ ആക്രമണങ്ങൾ ഉണ്ടാകും. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്യും. അതായത് പലരും പറയുന്നത് പോലെ അമേരിക്ക ഇറങ്ങി ഇറാനെ അങ്ങ് തീർക്കും ഈ ചർച്ച പരാജയപ്പെട്ടാൽ എന്ന് പറയുന്നതിൽ വാസ്തവമില്ലായ്മയുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. കാരണം ഇറാൻ തിരിച്ചടിച്ചാൽ അത് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് വലിയ തകർച്ചയായിരിക്കും ഉണ്ടാക്കുക.